ശീതളെ പരിപാടി തുടങ്ങാറായി. തുടങ്ങി. ഇന്നത്തെ സ്പെഷ്യൽ സ്റ്റോറി നഗരത്തിലെ ഗതാഗത കുരുക്കുകളെ പറ്റിയുള്ള വാർത്തയാണ് ഇനി അടുത്തത്. നമുക്ക് മടങ്ങാം സൈക്കിളിലേക്ക്. മെട്രോ വർക്കുകൾ പുരോഗമിക്കുന്ന നഗരത്തിൽ ഇതുപോലുള്ള ട്രാഫിക് ബ്ലോക്കുകൾ ഇന്ന് പതിവ് കാഴ്ചയാണ്. അടുത്തതായി ഞങ്ങൾ ഈ ചോദ്യം ആവർത്തിച്ചത് ഒരു സൈക്കിൾ യാത്രക്കാരനോടാണ്. ഈ ബ്ലോക്ക് കടന്ന് 1 മണിക്കൂറിൽ എത്തേണ്ട സ്ഥലത്ത് വെറും 10 മിനിറ്റ് മതി അയാൾക്ക് സൈക്കിളിൽ എത്താൻ. എന്റെ പുറകിൽ കാണുന്നതാണ് ആ സൈക്കിൾ യാത്രക്കാരൻ ദുർഗാ പ്രസാദ് ഫ്രം ജാർഖണ്ഡ്. ഒരു മേൽജാതിക്കാരിയെ പ്രേമിച്ച് കല്യാണം കഴിച്ചതിന്റെ പേരിൽ ജാർഖണ്ഡിൽ നിന്നും പലായനം ചെയ്ത് 20 വർഷം മുൻപ് കൊച്ചിയിലെത്തി. ഒറ്റനോട്ടത്തിൽ ഒരു ഹിന്ദിക്കാരനാണെന്ന് തോന്നുമെങ്കിലും മനസ്സുകൊണ്ട് തനി മലയാളിയാണ് ദുർഗാ പ്രസാദ്. ഒരു പതിറ്റാണ്ടായി കൊച്ചി നഗരത്തിൽ സൈക്കിൾ ചവിട്ടുന്ന ദുർഗാ പ്രസാദ് പറയുന്നത് നഗരത്തിൽ ഏറ്റവും എളുപ്പം സഞ്ചരിക്കാൻ കഴിയുന്ന വാഹനം സൈക്കിളാണെന്നാണ്. ക്യാമറമാൻ ഡിക്സനൊപ്പം വേണു. എന്താ നോക്കുന്നത്? ഈ സന്തോഷ വാർത്ത വിളിച്ചു പറയാൻ ആരെങ്കിലും ഉണ്ടോന്ന് നോക്കിയതാ. ആരുമില്ല. അച്ഛനും അമ്മയോട് ഒറ്റയ്ക്കാ. വേഗം വാ. വെൽക്കം ജനമൈത്രി പോലീസ് സ്റ്റേഷൻ. ഇനി കാര്യങ്ങൾ വിശദമായിട്ടൊക്കെ പറ. ഒരു സമാധാനവും തരില്ല സാറേ. വെള്ളം അടിച്ച് ഭയങ്കര പ്രശ്നമാണ്. ബാറ് കൂട്ടിയ പിന്നെ മുഴുവൻ കലിപ്പ് ഞങ്ങളോടാ തീർന്നു. വെള്ളം അടിച്ച് രാവിലെ 2 അടിച്ചിട്ടാ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. കറക്റ്റായിട്ട് ഇവന്മാരുടെ വായി തന്നെ ചാടി കൊടുത്തു. കേസാക്കിയ ഇല്ല, കാശ് കൊടുത്താ ഊരാം. അതിനാ നിന്നെ വിളിപ്പിച്ചത്. അതിന് എന്റെ കാശൊന്നുമില്ല. ഉള്ളത് താടാ. എടാ വൈകിട്ട് തരാന്ന് പറഞ്ഞില്ലേ? ശീതലിനെ ആശുപത്രിയിലാക്കാൻ വെച്ചിരിക്കുന്ന കാശാണ് നിങ്ങൾക്ക് അറിയാമല്ലോ. എനിക്കറിയാമടാ. സർക്കാർ ആശുപത്രിയിൽ പ്രസവിക്കുന്നതിന് എന്തിനാടാ കാശ്? അവര് കാശ് ഇങ്ങോട്ട് തരും. നിന്നല്ലേ ഇന്നലെ TV കാണിച്ചത്? അതെ. നിന്റെ നാടെവിടെയാണ്? ജാർഖണ്ഡ്. ഇങ്ങോട്ട് വാടാ, കിടന്ന് കൊതറാതെ വാടാ. സോമൻ സാറെ, ഒരു മാവോയിസ്റ്റിനെ കൂടി കിട്ടിയിട്ടുണ്ട്. അകത്തേക്ക് വിട്ടേ. ചെല്ല്, ചെന്ന് കിട്ടണ മുഴുവൻ മേടിച്ച് വീട്ടിൽ കൊണ്ടുപോകും. അച്ഛാദിൻ ചെല്ല്. സാറേ, അവനെ എന്തിനാ അകത്തേക്ക് കൊണ്ടുപോയത്? താനവന്റെ ആരാ? ഞങ്ങൾ കൂട്ടുകാരാ. എന്നാ ആ കൂട്ട് ഇന്നത്തോടെ നിർത്തിക്കൊള്ളാം. അതാ തനിക്ക് നല്ലത്. എന്താ സാറേ കുഴപ്പം? എടോ, ഈ ജാർഖണ്ഡിൽ നിന്ന് ബീഹാറിൽ നിന്നുള്ളവന്മാരെ ഇവിടെ മാവോയിസ്റ്റുകൾക്ക് താമസ സൗകര്യം ഒരുക്കി കൊടുക്കാൻ സാധ്യതയുണ്ടെന്ന് ഒരു ഇന്റലിജൻസ് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ഇവന്മാരെയൊക്കെ ഒന്ന് പേടിപ്പിച്ച് നിർത്തിയില്ലെങ്കിൽ നാളെ ഞങ്ങൾ പോലീസുകാർക്ക് തലവേദനയാവും. മുളയിലെ നുള്ളണം. SI സാറ് അകത്ത് നുള്ളണേണ്. മാവോയിസ്റ്റ് ആണോ? അല്ലേടാ മാവോയിസ്റ്റ്. അടുത്തേക്ക് വാടാ. നീ ആരടാ? ഷാരൂഖ് ഖാനാ? കഴുത്തി ഷാളൊക്കെ ചുറ്റി നടക്കാൻ. അഴിച്ചു മാറ്റടാ നിന്റെ പൊന്നാടാ. ഇവനെ കണ്ടിട്ട് ഒരു വരത്തന്റെ ലുക്കില്ലല്ലോ സാറേ. എവിടെ നിന്ന് കിട്ടിയടാ ഈ വേഷം? എന്റെ ഭാര്യക്ക് ഞാൻ ഇതിടുന്നതാണ് സാറേ ഇഷ്ടം. നല്ല ഡ്രസ് സെൻസ് ഉള്ള ഭാര്യ അല്ല സാറേ? എടാ സത്യം പറ, നീ മാവോയിസ്റ്റ് ആണോ? അല്ല സാറേ. ആവരുത്. ഈ തോമസ് സാറിന്റെ ഒരു കാര്യം. ബീഹാറും ബംഗാളും പോലെയല്ല കേരളം. ഇത് ദൈവത്തിന്റെ സ്വന്തം നാടാണ്. ഇവിടെ കിടന്ന് പിഴപ്പ് കാണിച്ചോണ്ടല്ലോ നിന്റെയൊക്കെ നട്ടലുരിഞ്ഞ അത്തകളോടും കേക്കടാ. ആരാം സാറേ? പറഞ്ഞു കേട്ടില്ല. സാറ് പറഞ്ഞേക്കാതെ ഇവിടെ അങ്ങനെ നടന്ന നിന്നെയൊക്കെ ചവിട്ടിക്കൂട്ടി നിന്നെയൊക്കെ നട്ടല് ഞാൻ ഓടിക്കും. സാറിന്റെ അല്ല. എല്ലാരും പൊക്കോ പൊക്കോ. നീയും ചാടാ. മലയാളം വായിക്കാനും എഴുതാനും പഠിച്ചു. എല്ലാ ഓണത്തിനും പൂക്കളും ഇടും. മമ്മൂട്ടിൻ്റെയും മോഹൻലാലിൻ്റെയും സിനിമ ഇറങ്ങുന്ന ദിവസം കാണും.
ഈ നാടിനെ സ്നേഹിച്ചിട്ട് കാര്യമില്ല. पर हमें सब यहाँ बाहर का समझते, कोई हमें अपना नहीं मानता. മലയാളത്തിൽ പറ, അവൻ മലയാളം പഠിക്കട്ടെ. നമ്മുടെ മോൻ മലയാളം പഠിക്കണം. നമ്മൾ പെട്ട കഷ്ടപ്പാടൊന്നും അവനുണ്ടാവില്ല. നീ നോക്കിക്കോ. എന്താടാ ചവിട്ടി. തിങ്കൾ കിടാവോ നല്ല കോമള താമര പൂവിൽ നിറഞ്ഞ മധുവോ പരിപൂർണേന്ദു തന്റെ നിലാവോ. നാട്ടിലൂടെ കളിയാടിയോടും ഇരുചക്രമുള്ള ശകടം, അതിലേറ്റിടുന്ന പുതു പൊൻകിനാക്കളതും എന്തു വർണ്ണ ശബളം. വളവുണ്ടേ തിരിവുണ്ടേ പാതാളക്കുഴിയുണ്ടേ, അത് താണ്ടിട്ടപ്പുറമെത്താൻ ഈയൊരു ജീവിത സഞ്ചാരം. നാട്ടിലൂടെ കളിയാടിയോടും ഇരുചക്രമുള്ള ശകടം, അതിലേറ്റിടുന്ന പുതു പൊൻകിനാക്കളതും എന്തു വർണ്ണ ശബളം. പറക്കും മോഹവിമാനമിരമ്പണ നീലാകാശം, നിരത്തിൽ വേരുപിടിച്ചു കിടക്കണ വാഹനജാലം. തൂൺമീതെ പാലം, പാലം മീതെ പാളം, അതിനു മുകളിൽ ഒരു പുതിയ ജലനം. അതിൽ കാലത്തിന്റെ താളം, മാറ്റത്തിന്റെ ചൂളം, വളരുന്ന ഗരമതിനിടയിൽ ഇടവഴിയിൽ ഇറ്റുകിനാവുകൾ ചേർത്തു പിടിച്ചൊരു സഞ്ചാരം, കല്ലലറിഞ്ഞൊരു സഞ്ചാരം. നാട്ടിലൂടെ കളിയാടിയോടും ഇരുചക്രമുള്ള ശകടം, അതിലേറ്റിടുന്ന പുതു പൊൻകിനാക്കളതും എന്തു വർണ്ണ ശബളം. തനിച്ചിപ്പാതയിലൂടിനിയോടണം ഒരു പിടി ദൂരം, തിരക്കിൽ ഇല്ലയൊരാൾക്കും ഒരിത്തിരി പരിചയഭാവം. പിറന്നൊരു നാടും മറന്നിങ്ങ് കൂടും ഇവനു നഗരം, ഇതൊരഭയം. ഇവിടെ ഇളം തുളിരുള്ള കാറ്റും കടലിന്റെ പാട്ടും, കരളു കഴുകി തുണയരുളിയൊഴുകും. അതിൽ നല്ല ദിനം വരുമെന്ന പ്രതീക്ഷകൾ നെഞ്ചോരം ചേർത്തു പിടിച്ചൊരു സഞ്ചാരം. നാട്ടിലൂടെ കളിയാടിയോടും ഇരുചക്രമുള്ള ശകടം, അതിലേറ്റിടുന്ന പുതു പൊൻകിനാക്കളതും എന്തു വർണ്ണ ശബളം. വളവുണ്ടേ തിരിവുണ്ടേ പാതാളക്കുഴിയുണ്ടേ, അത് താണ്ടിട്ടപ്പുറമെത്താൻ ഈയൊരു ജീവിത സഞ്ചാരം. ഒന്ന് 3 പേരും ഉണ്ടല്ലോ. എന്താ എല്ലാ പടത്തിലും പോലീസാണ്? കഴിഞ്ഞ போலீஸ் ரோல் துல்கர் இது நம்ம லாலட்டம் படம். ஒரு சின்ன பிக்கெட்டிங் சீன். அண்ணே நீங்க எங்க போற? ഞങ്ങൾ ആശുപത്രി പോവാ. അപ്പൊ ശരിയണ്ണേ, ഇപ്പൊ പോയില്ലെങ്കിൽ രാവിലത്തെ മുട്ടക്കറി അപ്പം മിസ്സാവും. ബ്ലഡ് യൂറിൻ ഏതാവത് തേവപ്പെട്ട കൂപ്പിടുങ്ങണ്ണേ. അപ്പൊ ശരിയണ്ണേ, பார்க்கலாண்ணே. ഓ